സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാലിയത്തച്ഛന്മാർ പണികഴിപ്പിച്ച നാലുകെട്ടിന്റെ കാഴ്ചകളാണ് ഇത്. കാലാതീതമായ മാസ്റ്റർ പീസുകളായി നിലകൊള്ളുന്ന പാലിയം നാലുകെട്ട് എറണാകുളം ജില്ലയിൽ പറവൂരിലാണ്. പാലിയം കൊട്ടാരത്തിനടുത്തു തന്നെയാണ് പാലിയം നാലുകെട്ട്. പാലിയം കൊട്ടാരത്തിന്റെ കാഴ്ചകൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ആഞ്ഞിലി, പ്ലാവ്, തേക്ക് എന്നീ തടികളാണ് ഈ നാലുകെട്ടിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. 6 മാസത്തോളം എണ്ണയിലിട്ട് പദം വരുത്തിയെടുത്ത ശേഷമാണ് ഈ തടികൾ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാവാം ഈ നാലുകെട്ടിലെ കൊത്തുപണികൾ ഇന്നും ഭംഗിയോടെ നിലനിൽക്കുന്നത്. പാലിയം കുടുംബത്തിലെ സ്ത്രീകളാണ് നാലുകെട്ടിൽ താമസിച്ചിരുന്നത്. കേരളത്തിലെ പരമ്പരാഗത ഭവന വാസ്തുവിദ്യയുടെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ നാലുകെട്ട്. ഭക്ഷണ സമയത്ത് അല്ലാതെ ഈ നാലുകെട്ടിൽ പുരുഷന്മാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. മരുമക്കത്തായ സമ്പ്രദായം നിലനിന്നിരുന്ന ഈ തറവാട്ടിൽ 213 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 13 വയസ്സ് പിന്നിടുന്ന ആൺകുട്ടികളെ അവിടെ നിന്നും പുറത്തുള്ള വസതികളിലേക്ക് മാറ്റി പാർപ്പിക്കുകയായിരുന്നു പതിവ്. ഊട്ടുപുരയിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ മാത്രമാണ് പിന്നെ അവർക്ക് അവിടേക്ക് പ്രവേശനം ഉള്ളത്. നമ്മുടെ ഭാവഗായകൻ ജയചന്ദ്രൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ തറവാടിനടുത്തുള്ള പാലിയം തറവാട്ടുകാരുടേതായ പൊതുശ്മശാനത്തിലാണ്. പാലിയം നാലുകെട്ട് കേരളത്തിന്റെ അതുല്യമായ സാംസ്കാരിക ചരിത്രത്തിന്റെ ഒരു തെളിവായി ഇന്നും നിലകൊള്ളുന്നതിൽ നമുക്ക് അഭിമാനിക്കാം.